ഹൈക്കോടതി പറഞ്ഞിട്ടും ഫലമില്ല. നേര്യമംഗലം ബസ് സ്റ്റാൻഡ് വീണ്ടും അവഗണന. 2026 മാർച്ച് 5-ന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വ്യക്തമായ ഉത്തരവ് നിലവിലുണ്ടായിട്ടും നേര്യമംഗലം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വർഷങ്ങളായുള്ള പരാതികളിൽ ഇതുവരെ യാതൊരു ഫലപ്രദമായ നടപടിയും ഉണ്ടായിട്ടില്ലെന്നത് അതീവ ഗുരുതരമായ വിഷയമായി മാറുകയാണ്. അടിമാലി, നേര്യമംഗലം, തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്റ്റേജ് കാരേജ് ബസുകൾ സമയക്രമം ലംഘിക്കുന്നതും ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുക്കാത്തതും ചൂണ്ടിക്കാട്ടി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹർജിക്കാരന്റെ പരാതി പരിഗണിച്ച് 4 ആഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കണമെന്നും ബസുകൾ സമയപ്പട്ടിക കൃത്യമായി പാലിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതരോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏറ്റവും ഗുരുതരമായ പരാതി എന്തെന്നാൽ ദീർഘദൂര സർവീസുകൾ പലപ്പോഴും നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ കയറാതെയാണ് കടന്നുപോകുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികൾ, വയോധികർ, തൊഴിലാളികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ യാത്രക്കാർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ എല്ലാ ലോങ് റൂട്ട് ബസുകളും നിർബന്ധമായും കയറണം. ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കണം. നേര്യമംഗലത്ത് പഞ്ചിംഗ് സ്റ്റേഷൻ ഉടൻ ആരംഭിക്കണം. സമയക്രമം ലംഘിക്കുന്ന ബസുകൾക്കെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കണം. യാത്രക്കാരോട് മോശമായി പെരുമാറുന്ന ജീവനക്കാർക്കെതിരെ നടപടി വേണം. കോടതി ഉത്തരവിനെ പോലും അവഗണിക്കുന്ന സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയാണ്. ജനങ്ങളുടെ അടിസ്ഥാന യാത്രാവകാശം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഉടൻ തന്നെ ജാഗ്രത ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.